അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നോക്കുക, ചാപ്റ്റർ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ തന്നെയാണ്. ടോപ്പിക് പീരിയോഡിക് പ്രോപ്പർട്ടീസ്. പല പീരിയോഡിക് പ്രോപ്പർട്ടികളെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡറുമായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത്. ശ്രദ്ധിക്കുക, നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് മാച്ച് ദ ഫോളോവിങ് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാവാനാണ് വഴി. എന്നാലും നമുക്കിതൊന്ന് നോക്കാം. നോക്കിക്കേ, ഈ ഒന്നാമത്തെ ഓപ്ഷൻ എ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിസ്റ്റ് നോക്കുക. F-Na+Mg2+Al3+. ഇതെല്ലാം ഐസോ ഇലക്ട്രോണിക് സ്പീഷീസുകളാണ്. സോ ദീസ് ആർ ഓൾ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിന്റെ സൈസ് കമ്പാരിസൺ നമുക്കറിയാം. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് സൈസിന്റെ കമ്പാരിസൺ വരുമ്പോൾ സൈസ് ഈസ് പ്രൊപ്പോർഷണൽ ടു നെഗറ്റീവ് ചാർജ്, ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു പോസിറ്റീവ് ചാർജ് എന്നാണ് ഉള്ളത്, അല്ലേ? സോ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിലെ സൈസ് കൂടുന്നത് എപ്പോഴാ? നെഗറ്റീവ് ചാർജ് കൂടിയാൽ സൈസ് കൂടും, പോസിറ്റീവ് ചാർജ് കൂടിയാൽ സൈസ് കുറയും. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഏറ്റവും കൂടുതൽ സൈസ് ഉള്ളത് F-, പിന്നെ Na+. പോസിറ്റീവ് ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറഞ്ഞു വരുന്നത്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഓർഡർ നമ്മുടെ സൈസിന്റെ റേഡിയസ് അല്ലെങ്കിൽ സൈസിന്റെ ഓർഡർ തന്നെയാണ്. സോ അയോണിക് റേഡിയസ് എന്നുള്ള ഓപ്ഷനിലേക്കാണ് നമ്മൾ ഇതിനെ മാപ്പ് ചെയ്യേണ്ടത്. സോ എ ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് 4. എയിനെ 4ലേക്ക് മാർക്ക് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ഉള്ളത് 1ഉം 3ഉം. നമുക്ക് 2 and 4 ഓപ്ഷൻസ് നമുക്ക് തൽക്കാലം എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഓർഡറിലേക്ക് നമുക്ക് പോകാം. നോക്കുക, നൈട്രജൻ, ഓക്സിജൻ, കാർബൺ, ബോറോൺ. ശ്രദ്ധിക്കുക, ഇത് നമ്മുടെ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡറാണ്. നമുക്കറിയാം സെക്കൻഡ് പീരീഡിലെ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ഇങ്ങനെയുണ്ടാവുക. ലിഥിയത്തിന് ഏറ്റവും കുറവ്, ബെർലിയത്തിന് അതിനേക്കാൾ കുറച്ച് കൂടുതൽ, ബോറോൺ ഒരു ലേശം കുറവാണ്. ബെർലിയത്തിന് എന്തുകൊണ്ടാണ് ബോറോണിനേക്കാൾ കൂടുതലാവാനുള്ള കാരണം എന്താ? ബിക്കോസ് ഓഫ് ദ കോൺഫിഗറേഷൻ. ഇവിടെ നമുക്ക് 2s2 എന്നുള്ള കംപ്ലീറ്റ് കോൺഫിഗറേഷൻ ഉള്ളതുകൊണ്ടാണ്. ബോറോണിനേക്കാൾ കൂടുതലാണ് കാർബൺ, കാർബണിനേക്കാൾ കൂടുതലാണ് നൈട്രജൻ, നൈട്രജനേക്കാൾ കുറച്ച് കുറവാണ് ഓക്സിജൻ. നൈട്രജൻ എന്തുകൊണ്ടാണ് ഓക്സിജനേക്കാൾ കൂടാൻ കാരണം? നൈട്രജന്റെ കോൺഫിഗറേഷൻ 2s2 2p3 എന്നുള്ള ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ ആയതുകൊണ്ട്. ഓക്സിജനേക്കാൾ കൂടുതലാണ് ഫ്ലൂറിൻ, പിന്നെയാണ് നിയോൺ വരിക. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, ഏറ്റവും കൂടുതൽ ഈ തന്നിരിക്കുന്ന 4 ആൾക്കാരിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക നൈട്രജൻ ആയിരിക്കും, പിന്നെ ഓക്സിജൻ, പിന്നെ കാർബൺ, പിന്നെ ബോറോൺ. അപ്പൊ ഈ കൊടുത്തിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് അയോണൈസേഷൻ എൻതാൽപ്പിയുടെ ഓർഡർ ആണ്. സോ ബി ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് 1. ബീനെ നമ്മൾ 1ലേക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. ബീനെ 1ലേക്ക് മാർക്ക് ചെയ്യുന്ന രണ്ട് ഓപ്ഷൻസ് ഏതൊക്കെയാണ് നോക്കുക. ബീനെ 1ലേക്ക് മാർക്ക് ചെയ്യുന്നത് ഈ രണ്ട് ഓപ്ഷൻസ് തന്നെയാണ്. സോ തൽക്കാലം നമുക്ക് സെക്കൻഡ് ആൻഡ് ഫോർത്ത് ഓപ്ഷൻ നമുക്ക് ഒഴിവാക്കാം എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ലെറ്റ്സ് ഗോ ഫർദർ. അടുത്തത് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് സി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സി ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. ഏറ്റവും കൂടുതലുള്ള പ്രോപ്പർട്ടി പൊട്ടാസ്യത്തിനാണ്, പിന്നെ മഗ്നീഷ്യം, അലുമിനിയം, ബോറോൺ, ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തിന്റെ ഓർഡർ ആവാനാണ് ചാൻസ്? നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഇനി നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റാത്തത് മെറ്റാലിക് ക്യാരക്ടറിനും ഇലക്ട്രോ നെഗറ്റിവിറ്റിനും മാത്രമാണ്. അയോണൈസേഷൻ എന്തായാലും നമ്മൾ ഓൾറെഡി മാച്ച് ചെയ്തു. എ നമ്മൾ മാച്ച് ചെയ്തു 4ഉമായിട്ട്, ബി നമ്മൾ മാച്ച് ചെയ്തു 1ഉമായിട്ട്. സോ ഇത് രണ്ടും നമ്മൾ ഓൾറെഡി മാച്ച് ചെയ്തു. ഇനി നമുക്ക് നോക്കിയാൽ കാണാം, മെറ്റാലിക് ക്യാരക്ടറും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും മാത്രമാണ് നമുക്ക് മാച്ച് ചെയ്യാൻ ബാക്കിയുള്ളത്. നിങ്ങൾ നോക്കുക, പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ മെറ്റാലിക് ക്യാരക്ടറുള്ള എലമെന്റ് ഇവിടെ. അതിനുശേഷമാണ് മഗ്നീഷ്യം വരിക, പിന്നെയാണ് അലുമിനിയം വരിക, പിന്നെയാണ് ബോറോൺ വരിക. സോ സി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മെറ്റാലിക് ക്യാരക്ടറിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ സി ഷുഡ് ബി മാർക്ക് ടുവേർഡ്സ് 2. അപ്പം നമുക്ക് ഓപ്ഷൻ 1ഉം ഒഴിവാക്കാം. ഇനി ഈ അവസാനത്തെ കാര്യം നോക്കുക. ഏറ്റവും കൂടുതൽ പ്രോപ്പർട്ടി ക്ലോറിന്, പിന്നെ സൾഫർ, ഫോസ്ഫറസ്, സിലിക്കൺ. ഇത് ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡർ ആണ്. സോ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഈ എലമെന്റ് എന്ന് പറയുന്നത് ക്ലോറിനാണ്. കാരണം ടുവേർഡ്സ് റൈറ്റ് സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ. ഇത് പീരിയോഡിക് ടേബിളിൽ വലത്തേക്ക് പോകുമ്പോൾ ഉള്ള ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ടുവേർഡ്സ് റൈറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക. ടുവേർഡ്സ് റൈറ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത് ക്ലോറിനാണ്. പിന്നെ സൾഫർ, ഫോസ്ഫറസ്, സിലിക്കൺ എന്നുള്ള ഓർഡർ ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ ഓർഡറാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 ആയിരിക്കും. ആൻഡ് ദാറ്റ് വുഡ് ബി ദ കറക്റ്റ് ആൻസർ ഹിയർ.